പ്രൈസ് ലോർഡ്. ഇന്ന് പ്രഭാതവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. യാക്കോബ് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യം പറഞ്ഞു വരികയാണ്. 2-3 വാക്യങ്ങളിൽ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് പിന്നിലെ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ എന്ന് യാക്കോബ് നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുവാൻ, ആത്മീയ പക്വതയുള്ളവരാക്കി മാറ്റുവാൻ ഈ പരിശോധനകൾ ദൈവം അയക്കുന്നു എന്നാണ് യാക്കോബ് ആ വാക്യങ്ങളിലൂടെ പറഞ്ഞത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 3-4 വാക്യങ്ങൾ പറയുന്നത് പോലെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഈ വാക്യങ്ങളൊക്കെ പറയുന്ന വലിയ ആത്മീയ സത്യം, നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പരിശോധനകളൊക്കെ നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മെ പണിയുവാനാണ്, നമ്മെ അനുഗ്രഹിക്കുവാനാണ് എന്ന ആത്മീയ സത്യം യാക്കോബ് പറയുകയാണ്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ദൈവം അനുവദിച്ചാലും, കഷ്ടങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിലൂടെ നാം പോകേണ്ടി വന്നാലും, കർത്താവ് നൽകുന്ന പരിശോധനയ്ക്ക് പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് സകലവും നന്മയ്ക്കാക്കി മാറ്റുന്ന ആ ദൈവിക പദ്ധതിക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് തന്നെ യാക്കോബ് ഈ 4-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നാം കടന്നു പോകുമ്പോഴും ക്ഷമയോടെ, സഹിഷ്ണുതയോടെ നിന്ന് അതിനനുയോജ്യമായ ഒരു ഫലം നമ്മളിലൂടെ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതായത് ദൈവം നമ്മെ പണിയുവാനായി, ബലപ്പെടുത്തുവാനായി, നമ്മെ മാനിക്കുന്നതിനായി, നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നതിനായി അനുവദിക്കുന്ന കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും പരിശോധനകളുടെയും നടുവിൽ സ്ഥിരമായ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു നല്ല ആത്മസ്വഭാവത്തിന് ഉടമകളായി നാം തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന്, ഒന്നിലും കുറവില്ലാതിരിക്കേണ്ടതിന് അതിനനുസരിച്ചുള്ള ഒരു സ്വഭാവം, ഒരു പ്രതികരണം, ഒരു പ്രവൃത്തി നമ്മിൽ ഉണ്ടാകട്ടെ എന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം വായിക്കുന്നത് പോലെ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. പ്രിയപ്പെട്ടവരെ, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. നാം ഒരാത്മീകനായി മാറിയാൽ, ആത്മാവിൽ ബലപ്പെട്ടു തുടങ്ങിയാൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതികരണവും അതിനനുസരിച്ചായിരിക്കും. ഇയ്യോബ് പറഞ്ഞതുപോലെ 23-ാം അധ്യായം 10-ാം വാക്യം, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ ആ പ്രതികരണം നോക്കിയേ. അവൻ ആ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തിയാണ് അവനിലൂടെ വെളിപ്പെടുന്നത്.
അവൻ്റെ ഭാര്യ അവനോട് ദൈവത്തെ ത്യജിച്ചിട്ട് പോയി മരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും വന്ന ആ പ്രവൃത്തി, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നാം ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചു, തിന്മയും അനുഭവിക്കേണ്ടതാണ്. എത്ര പക്വമായ പ്രതികരണം! അതാണ് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ യാക്കോബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് തികഞ്ഞവരെന്ന പദം, രണ്ട് സമ്പൂർണർ എന്ന പദം. ഈ വാക്കുകളുടെ അർത്ഥം ഞാനും നിങ്ങളും വിശ്വാസത്തിൽ വളരുക എന്നതാണ്. ക്രിസ്തു വന്ന തലയോളമുള്ള വളർച്ച. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം പറയുന്നത് പോലെ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും താഴ്മയിലും ദൈവികമായ ജ്ഞാനത്തിലും അനുസരണത്തിലുമൊക്കെ നാം വളരണമെന്നും പക്വതയിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ഓരോ ദിവസം കഴിയും തോറും ആത്മീയമായ ആ പക്വതയിലേക്ക് ഞാനും നിങ്ങളും എത്തണമെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധിയുടെ നടുവിലുള്ള നമ്മുടെ പ്രതികരണം ആത്മീയ പക്വതയുള്ളവരിൽ നിന്ന് വരുന്ന പ്രതികരണമാകണം. അതുകൊണ്ടാണ് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് യാക്കോബ് പറയുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിൻ്റെ ഏകജാതനായ പുത്രനെ നീ യാഗം കഴിക്കണം. 22-ാം അധ്യായത്തിൽ ആ ആവശ്യം ദൈവം പറയുമ്പോൾ അബ്രഹാം അതുപോലെ തന്നെ അനുസരിച്ചു. 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനെ നോക്കി പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ കഠിനമായ ശോധനയുടെ നടുവിൽ, ആ പരിശോധനാ ഘട്ടത്തിൽ ആത്മീയ പക്വതയിലേക്ക് അവൻ എത്തിച്ചേർന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പാപം വന്നിട്ടില്ല, കുറവില്ലാത്തൊരു സമ്പൂർണമായ മനുഷ്യനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നില്ല. കുറവുകളുണ്ടായിരുന്നു, ബലഹീനതയുണ്ടായിരുന്നു, എല്ലാ മനുഷ്യനെ പോലെയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇവിടെ പൂർണ്ണരാകുക, പരിപൂർണതയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പാപരഹിതമായ ഒരു കുറവും പറയാത്ത ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റും എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നല്ല. അങ്ങനെ ആർക്കും ആകാൻ കഴിയില്ല. ഒരുവന് മാത്രം, നമ്മുടെ കർത്താവായ യേശുവിന്. ബാക്കി എല്ലാവരും ആ ആത്മീയ പക്വതയിലേക്കുള്ള വളർച്ചയിലാണ്. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. നിങ്ങൾ ആത്മീകമായി വളരുക, ക്രിസ്തു വന്ന തലയോളമുള്ള ഒരാത്മീയ പക്വതയുടെ വളർച്ച. ഈ ഒരു പൂർണ്ണതയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളൊക്കെ ഓരോ ദിവസവും ആ ആത്മീയ പക്വതയിലേക്ക് നമ്മളെ വളർത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വരുമ്പോൾ ആത്മീയമായി പക്വതയില്ലാത്തവർ വളരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ദൈവത്തെ കുറ്റം പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആത്മീയ പക്വത നേടിയ ആ ഒരാത്മാ അനുഭവത്തിൽ എത്തിച്ചേർന്ന വ്യക്തികൾ അവരതിനെ പക്വതയോടെ ആത്മീയമായ ഒരു നിലവാരത്തിൽ, വെളിപ്പാടിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നു, ഒന്നിലും കുറവില്ലാത്തവരായി നിങ്ങൾ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകണമെന്ന്. നമ്മളെക്കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്നിലും കുറവില്ലാത്തവരായി മാറണമെന്ന്. ഇവിടെ ഒന്നിലും കുറവില്ലാത്തവരെന്ന് പറയുമ്പോൾ ലോകം ആളുകളെ നോക്കി ഒന്നിലും കുറവില്ലാത്തവരെന്ന് പറയുന്നത് ബാഹ്യമായ അനുഭവങ്ങളെ നോക്കിയാണ്. സമ്പത്തിന് കുറവില്ലാത്തവർ, അല്ലേ? ലോകത്തിൽ സ്ഥാനത്തിനും മാനങ്ങൾക്കും കുറവില്ലാത്തവർ, എല്ലാ നിലയിലും
അവർക്കെല്ലാം ഉണ്ട് എന്ന നിലയിലൊക്കെ ലോകം വ്യാഖ്യാനിക്കുന്നുണ്ട്, പല ആളുകളെയും നോക്കി. അപ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങളാണ് ആളുകളുടെ മനസ്സിൽ ഈ സമൃദ്ധിയായി അനുഗ്രഹമായി നിൽക്കുന്നത്. എന്നാൽ ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയ അനുഭവത്തെയാണ്, അവൻ്റെ സ്വഭാവത്തെയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മിൽ എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. കവിഞ്ഞൊഴുകുന്ന ദൈവിക സമാധാനമുള്ളവരാണോ ഞാനും നിങ്ങളും? അതാണ് ദൈവത്തിന് ഇഷ്ടം. ആ സമാധാനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സമ്പത്ത് വരുന്നതിൻ്റെയോ പോകുന്നതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. സമാധാനത്തിൽ നാം എല്ലാവരും കുറവില്ലാത്തവരായി, അർത്ഥാൽ ദൈവസമാധാനം കൊണ്ട് നിറഞ്ഞവരായി ഞാനും നിങ്ങളും മാറണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമയുടെ കാര്യത്തിൽ എത്രമാത്രം കുറവില്ലാത്തവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ വളർച്ചയാണ് ദൈവം നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ആ കുറവില്ലാത്ത അവസ്ഥ. പ്രത്യാശയിൽ നമുക്ക് കുറവുണ്ടാകാൻ പാടില്ല. ഈ ലോകം പ്രത്യാശയില്ലാത്ത ലോകമാണ്. അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്ത് പ്രത്യാശയിൽ കുറവില്ലാത്തവരായി ഞാനും നിങ്ങളും മാറണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടയനാകിയാൽ നമുക്ക് ഒരു മുട്ടും ഉണ്ടാകുകയില്ല. ഒന്നിലും കുറവില്ലാതെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. അത് ഭൗതികമായ ഒരു അനുഭവം അല്ല എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ലോകത്തിൽ ഭൗതികമായ അനുഭവങ്ങൾക്ക് കുറവുള്ളവരും അതിനകത്തൊക്കെ പരിമിതിയുള്ളവരുമാണ് ലോകത്തിലെ മനുഷ്യരെല്ലാം. ആ കാര്യത്തിലൊക്കെ എല്ലാം തികഞ്ഞവരെന്ന് പറയാൻ ആർക്കും പറ്റില്ല. പക്ഷേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ സംതൃപ്തി, നമ്മുടെ അനുഗ്രഹമെന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തിൽ പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, ആത്മീയ പക്വതയില്ലാത്തവരെ പോലെ ദൈവത്തെ കുറ്റം പറയുന്ന, മനുഷ്യനെ കുറ്റം പറയുന്ന ഒരാത്മജീവിതത്തിലല്ല, പകരം എല്ലാ അവസ്ഥയിലും തൃപ്തനായിരിക്കാൻ കഴിയുന്ന ആ ഒരു പൂർണ്ണതയാണ്, ആ ഒരു കുറവില്ലായ്മയാണ് ഇന്ന് രാവിലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് പറയുക, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരണമെന്നാണ് യാക്കോബ് പറയുന്നത്. അവസാനമായി യാക്കോബ് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് മറ്റുള്ളവരുടെ മുമ്പാകെ, ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതം പക്വതയിലേക്ക് വരേണ്ടതിന് ആ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകണം. ആ പ്രവൃത്തികളാണ് നമ്മുടെ ആത്മീയ പക്വത വിളിച്ചു പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, അനുസരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിൻ്റെ നടുവിലും ആത്മീയ പക്വത പ്രാപിച്ചവർ ദൈവത്തെ അനുസരിക്കും. നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ദൈവം കൽപ്പിച്ചു. ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. അതാണ് ദൈവം നോക്കുന്ന സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. അപ്പോസ്തലന്മാരെ നോക്കൂ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരെയൊക്കെ നോക്കൂ. അവരൊക്കെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ചവരാണ്.
രണ്ടാമത്തെ കാര്യം, ജീവിതത്തിലെ ഏത് പ്രശ്നത്തിന് നടുവിലും പ്രതികൂലത്തിന് നടുവിലും പരാതി പറയാതെ, പരിഭവം പറയാതെ, കുറ്റം പറയാതെ സഹിഷ്ണുതയോടെ കാര്യങ്ങളെ സമീപിക്കുകയും സഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇയ്യോബിനെ പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അതാ സഹിഷ്ണുത. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മിൽ വെളിപ്പെടേണ്ട സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് സന്തോഷിക്കുക എന്നുള്ളതാണ്. രണ്ടാം വാക്യത്തിൽ യാക്കോബ് അത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. പക്ഷേ അന്ന് ആ അർദ്ധരാത്രിയിൽ ആ കാരാഗൃഹത്തിനകത്ത് അവർ സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ചു. കഷ്ടപ്പാടുകളുടെ നടുവിൽ, ജയിലിൻ്റെ നടുവിൽ, ദുരിതത്തിന് നടുവിൽ പരാതി പറയാതെ, പിറുപിറുക്കാതെ സന്തോഷത്തോടെ ആ സാഹചര്യത്തെ നേരിട്ടു എന്നുള്ളതാണ് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത്. കഷ്ടതയുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്ന ഒരാത്മീയ അനുഭവമാണ് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. ക്രൂശിൽ കിടക്കുമ്പോഴും നമ്മുടെ കർത്താവ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി? അവസാനമായി ഞാൻ പറയാം, ജീവിതത്തിൻ്റെ അവസാനം വരെ, മരണം വരെ നാം പ്രാപിച്ച, നാം നിലനിൽക്കുന്ന ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. പലരും നല്ല നിലയിൽ ഓടി ആരംഭിച്ചതാണ്, പക്ഷേ പാതി വഴിയിൽ അവരുടെ ജീവിതം തകർന്നു, വിശ്വാസക്കപ്പൽ തകർന്നു. ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഈ പ്രഭാതത്തിൽ. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരതയ്ക്ക് തികഞ്ഞ ഒരു പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ എന്നെ നടത്തുന്നത്, ഈ പരിശോധനകളുടെ പിന്നിൽ എന്നെ നടത്തുന്നത്, ഞാൻ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവനും ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവളും ആകേണ്ടതിനാണല്ലോ. കർത്താവേ, ഞാൻ സമ്പൂർണ്ണനാകാൻ വേണ്ടിയാണല്ലോ ദൈവം എനിക്ക് ഈ പരിശോധനകൾ നൽകുന്നത്. അതുകൊണ്ട് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവെ, ഈ പരിശോധനകളുടെ നടുവിൽ ആത്മീയ പക്വതയോടെ അതിനെ സമീപിക്കാൻ ആവശ്യമായ കൃപ, ആവശ്യമായ ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷണങ്ങളും അനുവദിക്കുന്നത് ഞങ്ങളെ കർത്താവെ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാനും ആ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഞങ്ങളിലൂടെ വെളിപ്പെടുവാനും വേണ്ടിയാണ് അങ്ങ് ഇതൊക്കെ അനുവദിക്കുന്നത് എന്ന് ഞങ്ങളോട് ഇന്ന് രാവിലെ സംസാരിച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ ഈ പ്രക്രിയയിൽ കർത്താവെ, ഞങ്ങളെ പണിയുന്ന ഈ സമയത്ത് ഞങ്ങൾ സഹിഷ്ണുതയോടെ അങ്ങയുടെ മുമ്പാകെ താഴ്മയോടെ നിന്ന് ഒരു നല്ല പക്വതയുള്ള ഒരു ജീവിതത്തിനുടമയായി തീരുവാൻ ഞങ്ങളെ ഇന്ന് രാവിലെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഇന്ന് വചനം കേട്ട എല്ലാവരുടെ മേലും പകരണമേ. യേശുക്രിസ്തുവിൻ
വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.